2025 ഒരു വർഷമല്ല, ഒരു വിപ്ലവമായിരുന്നു. ഡിജിറ്റൽ ലോകം പുതിയ അതിരുകൾ തേടിയ വർഷം. മനുഷ്യബുദ്ധിയും നിർമ്മിത ബുദ്ധിയും ഒരേ വഴിയിൽ നടന്നു തുടങ്ങിയപ്പോൾ ടെക് കമ്പനികൾ ഭാവിയെ പുനർനിർവചിച്ച ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. എന്താണ് ടെക് ലോകത്ത് നമ്മെ അത്ഭുതപ്പെടുത്തിയ നവീകരണങ്ങൾ? ഏത് സാങ്കേതിക മുന്നേറ്റങ്ങളാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ചത്? AI മുതൽ ഗാഡ്ജറ്റുകൾ വരെയും ഡിജിറ്റൽ നവോത്ഥാനങ്ങളിൽ നിന്ന് ഭാവിയുടെ ടെക് കാഴ്ചപ്പാടുകളിലേക്കും സ്വാഗതം. ടെക് റിവൈൻഡ് 2025. നമുക്ക് യാത്ര തുടങ്ങാം 2024 നിന്ന്. ടെക് ലോകത്തെ നടുക്കി ഉയർന്നു വന്നൊരു പ്രഖ്യാപനം. ഓപ്പൺ AI അവതരിപ്പിച്ച വിപ്ലവകരമായ AI മോഡൽ GPT-4 Omni. അതിന്റെ അതിശയകരമായ കഴിവുകൾ എയുടെ ഭാവി പൂർണ്ണമായും പുനർനിർവചിച്ചു. ഈ മുന്നേറ്റത്തോടൊപ്പം ഓപ്പൺ AI തങ്ങളുടെ അഭിമാന സൃഷ്ടിയായ ChatGPTയെ അടിമുടി പുതുക്കി ഒരു പുതിയ യുഗത്തിലേക്ക് ഉയർത്തി. ഇവയുടെ സ്പർശം 2025 ശക്തമായി പ്രതിധ്വനിക്കുന്നു. തുടർന്ന് GPT-4 Omniയുടെ വേഗവും കൃത്യതയും മെച്ചപ്പെടുത്തിക്കൊണ്ട് മൾട്ടി മോഡൽ അപ്ഡേറ്റുകൾ എത്തി. GPT-4 Omni ChatGPTയുടെ ഡിഫോൾട്ട് മോഡലായി മാറി. പക്ഷേ കഥ അവിടെ തീർന്നില്ല. 2025 ഏപ്രിൽ 14 GPT-4.1 അവതരിച്ചു. കോഡിംഗ്, അതീവ സങ്കീർണമായ വിവരങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഇത് വമ്പിച്ച മുന്നേറ്റം കുറിച്ചു. പിന്നാലെ എത്തിയ GPT-4.5 മനുഷ്യ സദൃശ പ്രതികരണം, ചിത്രവും ശബ്ദവും കൈകാര്യം ചെയ്യാനുള്ള പിന്തുണ, മികച്ച തർക്കശേഷി എന്നിവയിൽ തങ്ങളുടെ മികവ് തെളിയിച്ചു. പിന്നെയാണ് ആ നിർണായക നിമിഷം. ഓഗസ്റ്റ് 7 GPT-5 ഒരു പുതിയ തലമുറയായി അവതരിച്ചു. മനുഷ്യ സദൃശ്യ സംസാര ശൈലി, ഓഡിയോ വിഷ്വൽ റീസണിംഗ്, അഡ്വാൻസ്ഡ് കോഡിംഗ്, മെച്ചപ്പെടുത്തിയ സുരക്ഷ, ഭ്രമാത്മകത കുറയ്ക്കുന്നത്, ടൂൾ ഇന്റഗ്രേഷൻ എന്നിവയിൽ മുൻഗണന നൽകിക്കൊണ്ട് GPT-5Aയുടെ ഭാവി മാറ്റിമറിച്ചു. ഈ വിപ്ലവ പരമ്പരയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് 2025 നവംബർ 12 GPT-5.1 ഓപ്പൺ AI ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ ഈ കടുത്ത മത്സരത്തിന് അന്തിമ മറുപടി നൽകിക്കൊണ്ട് ഗൂഗിൾ രംഗത്തെത്തി. 2025 തുടക്കത്തിൽ അവർ ജെമിനി അഡ്വാൻസ്ഡ് മോഡൽ പുറത്തിറക്കി. ഇത് Gmail, ഡോക്സ് പോലുള്ള എല്ലാ ഗൂഗിൾ സേവനങ്ങളുമായും സംയോജിപ്പിച്ചു. പിന്നാലെ അഡ്വാൻസ്ഡ് റീസണിങ്ങിനും കാര്യക്ഷമതയ്ക്കുമായി രൂപകൽപ്പന ചെയ്ത ജെമിനി 2.5 പ്രോയും ഫ്ലാഷും എത്തി. ഗൂഗിളിന്റെ 7ാം തലമുറ കസ്റ്റം ചിപ്പായ അയൺവുഡ് TPS AI ഇൻഫറൻസ് വർക്ക്ലോഡുകൾക്കും മികച്ച പ്രകടനം നൽകി. 4K വീഡിയോ ജനറേഷൻ, ഹൈ ക്വാളിറ്റി ഇമേജ് ജനറേഷൻ, ടെക്സ്റ്റ് ടു മ്യൂസിക് എന്നിവയിലൂടെ മീഡിയ ജനറേഷൻ രംഗത്തും ഗൂഗിൾ ആധിപത്യം സ്ഥാപിച്ചു. കൂടാതെ നവംബറിൽ ജെമിനി 3 പുതിയ റീസണിംഗ് ശേഷികളോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ഒപ്പം ഗൂഗിൾ ഡീപ് മൈൻഡിന്റെ ആൽഫ ഫോൾഡ് 3 മയക്കുമരുന്ന് കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള ശാസ്ത്ര ഗവേഷണത്തിന് വഴിത്തിരിവായി. 2025 കോർപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് നടന്ന പ്രധാന മുന്നേറ്റങ്ങൾ ശ്രദ്ധേയമാണ്. 2025 മധ്യത്തോടെ മൈക്രോസോഫ്റ്റ് തങ്ങളുടെ എന്റർപ്രൈസ് ടൂളായ കോപൈലറ്റിലേക്ക് GPT-5നെ സംയോജിപ്പിച്ചത് കോർപ്പറേറ്റ് ജോലികളിലെ കാര്യക്ഷമത ഗണ്യമായി വർദ്ധിപ്പിച്ചു. മൈക്രോസോഫ്റ്റിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആന്ത്രോപിക് തങ്ങളുടെ പുതിയ മോഡലുകളായ ക്ലൗഡ് ഓപ്പസ് 4, സോണറ്റ് 4 എന്നിവ പുറത്തിറക്കി. ഈ മോഡലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ അളവിലുള്ള വിവരങ്ങൾ ഒരേ സമയം വിശകലനം ചെയ്യാനും കൈകാര്യം ചെയ്യാനുമുള്ള അവിശ്വസനീയമായ ശേഷിയാണ്. ഇത് എന്റർപ്രൈസ് ഡാറ്റ വിശകലനത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തി. 2025 AI തിരച്ചിൽ, എഴുത്ത്, കോഡിംഗ് എന്നീ മേഖലകളിലും നിർണായക മുന്നേറ്റങ്ങൾ സംഭവിച്ചു. വർദ്ധിച്ചു വരുന്ന എയുടെ ഉപയോഗം കാരണം പെർപ്ലെക്സിറ്റി AI പ്ലാറ്റ്ഫോമിന്റെ വളർച്ച ശ്രദ്ധേയമായി. കൃത്യമായ ഉറവിടങ്ങൾ സഹിതം തത്സമയമായ വെബ് സെർച്ച് ഫലങ്ങൾ നൽകിയതിനാൽ ഉപയോക്താക്കൾക്ക് കൂടുതൽ വിശ്വാസ്യത ലഭിച്ചു. ഈ വളർച്ചയുടെ ഭാഗമായി പെർപ്ലെക്സിറ്റി സ്വന്തമായ ഒരു AI പവർഡ് ബ്രൗസർ പുറത്തിറക്കി. വിവർത്തന കമ്പനിയായ ഡീപ്പിൽ അവതരിപ്പിച്ച AI റൈറ്റിംഗ് അസിസ്റ്റന്റായ ഡീപ്പിൽ റൈറ്റ് ഉപയോക്താക്കളെ സ്വാഭാവികവും മെച്ചപ്പെടുത്തിയതുമായ രീതിയിൽ എഴുതാൻ സഹായിച്ചു. കോഡിംഗ് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഗിറ്റ് ഹബ് കോപൈലറ്റ് കൂടുതൽ വിപുലമായ AI കോഡിംഗ് ഏജന്റുകൾ അവതരിപ്പിച്ചു. കോഡ് നിർദ്ദേശങ്ങൾക്കപ്പുറം സങ്കീർണമായ പ്രൊജക്ട് ടാസ്കുകൾ കൈകാര്യം ചെയ്യാൻ ഈ നൂതന ഏജന്റുമാർ പ്രോഗ്രാമർമാരെ സഹായിച്ചു.
ഊർജ്ജം മാത്രമല്ല, വ്യവസായിക ലോകവും ഒരു മാറ്റത്തിനായി കാത്തിരിക്കുകയായിരുന്നു. പരിസ്ഥിതി സൗഹൃദമായ ഉൽപാദന രീതികൾക്ക് 2025 ഒരു ചരിത്രപരമായ നാഴികക്കല്ല് പിറന്നു. അതെ, സ്വീഡൻ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് 2025 ആദ്യത്തെ സീറോ കാർബൺ എമിഷൻ സ്റ്റീൽ ഉൽപ്പാദിപ്പിച്ചു. വ്യവസായ രംഗത്തെ ഈ മുന്നേറ്റം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഒരു മാതൃകയായി. ഈ വിപ്ലവകരമായ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഹൈഡ്രജൻ അടിസ്ഥാനമാക്കിയുള്ള DRI സാങ്കേതിക വിദ്യയാണ്. കാർബൺ പുറന്തള്ളൽ ഇല്ലാത്ത ഉൽപാദനം സാധ്യമാക്കിയ ഈ സാങ്കേതിക വിദ്യ വ്യവസായിക ലോകത്തിന്റെ ഭാവി എന്തായിരിക്കണമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു. സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിനനുസരിച്ച് അതിനെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ രൂപീകരിക്കുന്നത് ആഗോളതലത്തിൽ ഒരു വെല്ലുവിളിയായി 2025 തുടർന്നു. എയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് സ്വകാര്യത, തൊഴിൽ സുരക്ഷ, എത്തിക്സ് എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു. ഈ വെല്ലുവിളികൾക്കിടയിലും ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികൾ നിയന്ത്രണങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. ഇതിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയന്റെ ഹൈ റിസ്ക് നിയമങ്ങൾ 2027 ഡിസംബർ വരെ വൈകിപ്പിച്ചു. അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും സംസ്ഥാന തലത്തിലുള്ള നിയമങ്ങൾക്ക് താൽക്കാലികമായി വിലക്കേർപ്പെടുത്തി. ഈ ആഗോള നയമാറ്റം മറ്റു ചില കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. ഇത് വ്യക്തമാക്കുന്നത് ബിഗ് ടെക് കമ്പനികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭരണത്തേക്കാൾ നൂതന ആശയങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതിനെയാണ്. അതായത്, കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നത് എയുടെ വളർച്ച തടയുന്നതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ആഗോളതലത്തിൽ കാണുന്നത്. ഈ തീരുമാനം വരും വർഷങ്ങളിൽ മത്സര രംഗത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നത് നിർണ്ണയിക്കുന്ന ഒരു വഴിത്തിരിവായിരിക്കും. വലിയ സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കുമോ അതോ നിയമപരമായ പ്രതിസന്ധികൾക്ക് കാരണമാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ആപ്പിളിന്റെ മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റായ ആപ്പിൾ വിഷൻ പ്രോ 2024 ഫെബ്രുവരി 2 അമേരിക്കയിൽ ആദ്യമായി ലോഞ്ച് ചെയ്തതോടെ സ്പെഷ്യൽ കമ്പ്യൂട്ടിംഗ് എന്ന പുതിയ കാഴ്ചപ്പാട് ടെക് ലോകത്തെ ഞെട്ടിച്ചു. 2024 തന്നെ ആഗോള വിപണിയിലേക്കുള്ള കാൽവെപ്പ് ആരംഭിച്ച ഈ ഉപകരണം 2025 യഥാർത്ഥ വിപ്ലവമായി മാറി. 2024 ജൂൺ ജൂലൈ മാസങ്ങൾ തന്നെ ചൈന, ജപ്പാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലെത്തി. 2025 ഇത് കൂടുതൽ വിപുലമായി. M5 ചിപ്പുള്ള പുതിയ തലമുറ വിഷൻ പ്രോ ഒക്ടോബറിൽ പ്രീ ഓർഡർ ആരംഭിച്ച് ഒക്ടോബർ 22 മുതൽ ലഭ്യമായി. നവംബർ 28 സൗത്ത് കൊറിയയിലും തായ്വാനിലും ലോഞ്ച് ചെയ്തു. ഇപ്പോൾ 13-ലധികം രാജ്യങ്ങളിൽ വിഷൻ പ്രോ ലഭ്യമാണ്. വിഷൻ OS എന്ന സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഉപകരണം വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി എന്നിവയെ ഒരുമിച്ച് ചേർത്ത് പുതിയൊരു കമ്പ്യൂട്ടിംഗ് അനുഭവം സൃഷ്ടിച്ചു. 2025 ആപ്പിൾ ഇന്റലിജൻസിന്റെ സംയോജനവും മറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ഉപയോഗ അനുഭവത്തെ കൂടുതൽ സമ്പന്നമാക്കി. ആപ്പിൾ വിഷൻ പ്രോ AR, VR, MR സാങ്കേതിക വിദ്യയുടെ വാണിജ്യപരവും ദൈനംദിനവുമായ സാധ്യതകൾ തെളിയിച്ചുകൊണ്ട് സ്പെഷ്യൽ കമ്പ്യൂട്ടിംഗിന്റെ യഥാർത്ഥ വിപ്ലവത്തിന് തുടക്കമിട്ടു. 2025 അവസാനിക്കുമ്പോൾ ഈ ഉപകരണം ടെക് ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ ധനകാര്യ മേഖലയിൽ ഒരു നിർണായക നീക്കത്തിലാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഡിജിറ്റൽ യൂറോ പ്രിപ്പറേഷൻ ഘട്ടം നിലവിൽ പുരോഗമിക്കുകയാണ്. ഇത് സാധാരണ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമല്ല. നിലവിലുള്ള യൂറോ കറൻസിയുടെ കയ്യിലുള്ള നോട്ടുകളുടെയും നാണയങ്ങളുടെയും ഔദ്യോഗിക ഇലക്ട്രോണിക് രൂപമാണ് ഡിജിറ്റൽ യൂറോ. ECB നേരിട്ടിറക്കുന്ന ഈ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി പൗരന്മാർക്ക് പൂർണ്ണ സുരക്ഷിതത്വവും സ്വകാര്യതയും ഉറപ്പാക്കുന്നു. ഓൺലൈനിലും ഓഫ്ലൈനിലും ഉപയോഗിക്കാവുന്ന യൂറോപ്യൻ പേയ്മെന്റ് മാർഗമായി ഇത് മാറും. ECB ഗവേണിംഗ് കൗൺസിൽ പ്രിപ്പറേഷൻ ഘട്ടത്തിന്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്ത് ഒരുക്കങ്ങൾ പൂർണ്ണ വേഗത്തിൽ തുടരുകയാണ്. അന്താരാഷ്ട്ര പേയ്മെന്റ് ദാതാക്കളിലുള്ള ആശ്രിതത്വം കുറയ്ക്കുകയും യൂറോപ്പിന്റെ സാമ്പത്തിക പരമാധികാരം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന നിർണായക നീക്കമാണിത്. നിലവിലെ പ്രതീക്ഷയനുസരിച്ച് നിയമനിർമ്മാണം 2026 അംഗീകരിക്കപ്പെട്ടാൽ 2027 പൈലറ്റ് ഇടപാടുകൾ ആരംഭിക്കും. 2029 ഡിജിറ്റൽ യൂറോയുടെ പൂർണ്ണ വിതരണം സാക്ഷാത്കരിക്കാനുള്ള പാത തുറക്കും. യൂറോപ്പിന്റെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തമായ അടിത്തറയിടുന്ന ഈ പുരോഗതി പൗരന്മാർക്കും ബിസിനസ്സുകാർക്കും കൂടുതൽ സൗകര്യപ്രദവും സ്വതന്ത്രവുമായ പേയ്മെന്റ് ഭാവി വാഗ്ദാനം ചെയ്യുന്നു.
അഡ്വാൻസ്ഡ് റോബോട്ടിക്സ്, ഹ്യൂമനോയിഡുകളുടെ രംഗപ്രവേശം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വളർച്ച, UPIയുടെ കുതിപ്പ് തുടങ്ങി ഈ വർഷം ഡിജിറ്റൽ മേഖലയിലുണ്ടായ മറ്റു കുതിപ്പുകൾ അടുത്ത ഭാഗത്തിൽ.